മോനെ മനു, ഇന്നത്തെ പഠിപ്പെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു മുത്തച്ഛ. അപ്പോൾ ഇനി ഒരു കഥ കേൾക്കാം അല്ലേ മുത്തച്ഛ? പിന്നെന്താ, നമുക്കൊരു കഥ കേൾക്കാം, കഥ പറയാം. ഇന്നെന്ത് കഥ പറയും മുത്തച്ഛ? നമുക്ക് ഒരു കഥ പറയാം, മോന് ഇഷ്ടപ്പെടും. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ശക്തനായിരുന്നു. വലിയ രാജ്യമായിരുന്നു, വലിയ രാജ്യസഭയായിരുന്നു. എന്താ രാജ്യസഭ? രാജ്യസഭ എന്നാൽ ആ രാജാവിരുന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും അവിടെ പലതരം മന്ത്രിമാരും രാജ്യപ്രമുഖരും വ്യത്യസ്തമായ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരുമെല്ലാം ആ രാജ്യസഭയിൽ നിന്ന് രാജാവിനോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും രാജാവ് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനുള്ള ഉത്തരവുകൾ കൊടുക്കുകയും എന്തെല്ലാം നടപ്പാക്കണം, നടപ്പാക്കണ്ട, ആർക്കെല്ലാം എന്തെല്ലാം ശിക്ഷ കൊടുക്കണം, കൊടുക്കണ്ട, ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലം. ശരി മുത്തച്ഛ, എന്താ ഈ രാജാവിൻ്റെ പ്രത്യേകത? ഈ രാജാവിന് പ്രത്യേകത ഒന്നുമില്ല, എല്ലാ രാജാവിനെയും പോലെ തന്നെ. ഈ രാജാവിന് കാലക്രമേണ എപ്പോഴും രാജാവിന് ലോകത്തുള്ള ഏറ്റവും നല്ലതെന്തോ അത് നേടിയെടുക്കണം. ഓരോ പ്രായത്തിനനുസരിച്ച് രാജാവിൻ്റെ ചെറുപ്പപ്രായം, അത് കളിക്കുന്ന സമയത്ത് കളിപ്പാട്ടങ്ങളിൽ ഏറ്റവും നല്ലതായ കളിപ്പാട്ടങ്ങൾ എന്നും വീട്ടിലുണ്ടാവണം, അങ്ങനെയുള്ള ആഗ്രഹം. അത് കഴിഞ്ഞ് കല്യാണമെല്ലാം കഴിഞ്ഞു, സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടണം, ലോകത്തിലെ ഏറ്റവും സുന്ദരിയെ തന്നെ കിട്ടണമെന്നുള്ള പിടിവാശിയിൽ കെട്ടി. അത് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇവളെക്കാളും വലിയ സുന്ദരി ഇനി ഉണ്ടോ എന്നുള്ള ഇതിൽ വീണ്ടും വീണ്ടും ഒരുപാട് കല്യാണങ്ങൾ രാജാവ് കഴിച്ചു. അത് കഴിഞ്ഞ് രാജാവിന് കുതിരകളെ വളരെ ഇഷ്ടമാണ്. നല്ല ആരോഗ്യമുള്ള കുതിരകളും അതിലൂടെ വേഗത്തിൽ ചീറിപ്പാഞ്ഞ് സഞ്ചരിക്കാനും ഒക്കെ രാജാവ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വളരെ വ്യത്യസ്തമായ കുതിരകളെ കൊണ്ടുവന്നു. പിന്നെ യുദ്ധത്തിലുള്ളതും ആയുധങ്ങളും വ്യത്യസ്തമായും പുതിയ ആയുധ ശേഖരവും രാജാവിന് ഇഷ്ടമായത്. അങ്ങനെ രാജാവിന് ഇഷ്ടമുള്ള വസ്ത്രങ്ങളാകട്ടെ, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, എല്ലാത്തിനും രാജാവിന് മുന്തിയ ഇത് തന്നെ വേണം. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ രാജാവ് വിചാരിക്കും ഇതിനേക്കാളും നല്ലതുണ്ടെങ്കിലോ. അപ്പോൾ രാജാവിന് ഉറക്കമില്ല രാത്രി. ഞാൻ വെച്ചിരിക്കുന്നതിനേക്കാളും വേറെ ആരെങ്കിലും ഇതിനേക്കാളും നല്ല ഇത് വെച്ചിട്ടുണ്ടോ? അപ്പോൾ എന്നും രാജ്യസഭയിൽ കാലക്രമേണ പോകെ രാജ്യകാര്യങ്ങളും പ്രജകളുടെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് രാജാവ് വിട്ടിട്ട് രാജാവിൻ്റെ ഈ ആഗ്രഹങ്ങൾക്കായി മുൻതൂക്കം. അപ്പോൾ രാജാവ് മന്ത്രിസഭയിലും ഒക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കും, അവരോരോന്ന് പറയും. രാജാവ് ശരി, അപ്പോൾ അതിനു വേണ്ടിയുള്ള ആളുകളെ വിട്ട് അത് നേടാനുള്ള പുറപ്പാടിലായി. അവരെല്ലാം രാജാവിനെ പ്രശംസിക്കും. ആ പ്രശംസയെല്ലാം കേട്ട് രാജാവ് വളരെ സന്തുഷ്ടനാവും. എന്നാലും രാത്രി വീണ്ടും ഒരു മനസമാധാനത്തോടെയുള്ളൊരു ഉറക്കം കിട്ടുന്നില്ല. ഒന്നിനോടും ഒരു താല്പര്യമില്ല, ഒന്നിലും ഒരു തൃപ്തിയില്ല. അങ്ങനെ ഇരിക്കെ രാജാവ് ഒരു നാൾ നായാട്ടിന് പോവുക. അതെന്താ മുത്തച്ഛ? നായാട്ടെന്നാൽ പണ്ടുള്ള രാജാക്കന്മാർ കുറേ പരിവാരങ്ങളും ഒക്കെയായി ആയുധങ്ങളും ഒക്കെ ആയിട്ട് കാട്ടിൽ ഇങ്ങനെ വേട്ടയാടാൻ പോകും. മൃഗങ്ങളെയൊക്കെ വേട്ടയാടി അവരിങ്ങനെ കൊല്ലും. ചിലതിനെയൊക്കെ കൊല്ലും, ചിലതിനെയൊക്കെ പിടിച്ചു കൊണ്ടുവരും, ചിലതിനെയൊക്കെ ചില ആൾക്കാർ കഴിക്കും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. നായാട്ട് നമ്മൾ മോൻ പറയുന്ന ഹണ്ടിങ് പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ പണ്ട് നടന്നുകൊണ്ട് ഇരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മുത്തച്ഛ, മൃഗങ്ങൾക്ക് വേദനിക്കില്ലേ? ആർക്കും വേദനിക്കും, മൃഗങ്ങളും മനുഷ്യനും എല്ലാം. ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ചാലും വേദനിക്കും. നമ്മളത് ചെയ്യാൻ പാടില്ല. ഇത് പണ്ട് നടന്ന ഒരു കഥയിലെ കാര്യങ്ങളാണ്. ശരി മുത്തച്ഛ, ബാക്കി കേൾക്കാം. അപ്പോൾ നായാട്ടിന് പോയി എന്തായി? അന്ന് രാത്രിയായി. രാത്രി സമയത്ത് ഇവർ എവിടെയെങ്കിലും തമ്പടിച്ച് താമസിക്കും. ടെൻ്റെല്ലാം കെട്ടി ഒരു തമ്പടിച്ച് താമസിക്കും. അങ്ങനെ ഈ നായാട്ടിനൊക്കെ പോകുമ്പോൾ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞായിരിക്കും തിരിച്ചു വരുന്നത്. പക്ഷേ ഒരു ദിവസം എന്താ വെച്ചാൽ ഒരു വലിയ കാറ്റും കൊടുങ്കാറ്റും പേമാരിയും വന്ന് ഈ ടെൻറ്റും കാര്യങ്ങളും ഈ കൂടാരവും എല്ലാം പറന്നങ്ങ് പോയി. വലിയൊരു മഴയും ഒക്കെ നടന്നു. പിന്നെന്തുണ്ടായി മുത്തച്ഛ? പിന്നെന്തായി? പിന്നെ ഇവർ കുതിരയിൽ കയറി എല്ലാവരും തിരിച്ചു പോകാനുള്ള തത്രപ്പാടിലായി. കാരണം അവിടെ ഇനി ഇരിക്കുന്നത് അത്ര സുരക്ഷിതമല്ലെന്ന് തോന്നി. മരങ്ങളൊക്കെ വീഴാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഒരു ദിശ നോക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വീണ്ടും മഴയും ഇതും
മിന്നൽ പിളർപ്പും എല്ലാം വന്ന് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിൽ വഴി തെറ്റി. രാജാവ് മൊത്തത്തിൽ അങ്ങ് ഒറ്റപ്പെട്ടു. പലരും പലയിടത്ത് പോയി. ആർക്കും ഒന്നും കണ്ടും കൂടാ. കയ്യിലുണ്ടായിരുന്ന പണ്ട് ഇതുപോലത്തെ വൈദ്യുതിയും ഇലക്ട്രിസിറ്റിയും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന വെളിച്ചം കാണുന്ന ദീപങ്ങളും ഒക്കെ അണഞ്ഞ് ആകെ വഴി അങ്ങ് പോയി. രാജാവ് ഈ ഘോരമായ വനത്തിലായി. എവിടെയൊക്കെയോ കുതിര അങ്ങ് തളർന്ന് മയങ്ങി വീണു. പക്ഷേ കുതിരപ്പുറത്തായിരുന്നതുകൊണ്ട് കുതിര എവിടെയൊക്കെയോ രാജാവിനെ കൊണ്ട് കുറേ ഓടി അങ്ങനെ പതുക്കെ നടന്ന് പോയി. പേമാരിയൊക്കെ ഒന്ന് കുറഞ്ഞു. അതിരാവിലെ ആവാറായി. ഏതോ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ രാജാവിന് കുതിര എവിടെയോ എത്തി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവിടെ ഈ കാടിനോടും നാടിനോടും അടുത്തുള്ള ഏതോ ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ആരെങ്കിലും അല്പം വെള്ളം തരണേ എന്നൊരു ചെറിയ ഒരു ഞരക്കവും മൂളലും കേട്ട് അദ്ദേഹം അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഒരാൾ കീറിപ്പറഞ്ഞ് കുറേ വസ്ത്രമൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കീറിയൊക്കെ പോയി. രാജാവിൻ്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം പതുക്കെ ഈ രാജാവിനെ താഴെ ഇറക്കി. അദ്ദേഹത്തിന് അറിയില്ല ഇത് രാജാവെന്നും ആണെന്നും. പണ്ടുള്ള കാലമാണ്. വലിയ രാജ്യമാണ്. അതിൻ്റെ ഏതോ ഒരു മൂലയിലുള്ള ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വസ്ത്രങ്ങളൊക്കെ മാറ്റി അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് ഒന്ന് ഉറങ്ങാനുള്ളൊരു സ്ഥലവും കൊടുത്തു. ഒരു ചെറിയൊരു ചെറിയൊരു വീടാണ്, ഒരു 1-2 മുറിയുള്ള. അവിടെ സുരക്ഷിതമാക്കി അദ്ദേഹത്തെ ഇരുത്തി. അപ്പോൾ ഇദ്ദേഹത്തിന് ഭാര്യയും 2 കുഞ്ഞു മക്കളും ഒക്കെ ഉണ്ട്. അവരെല്ലാം വന്ന് ഇദ്ദേഹത്തിന് വീശിയെല്ലാം കൊടുത്തു. കാറ്റ് കിട്ടാനൊക്കെ വീശി കൊടുത്തു, ആഹാരമെല്ലാം കൊടുത്തു. 1-2 ദിവസം രാജാവ് മയങ്ങി എണീച്ച് പഴയതുപോലെ കുറച്ചുകൂടെ ഒരു ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇദ്ദേഹം രാവിലെ കൃഷി ചെയ്യാൻ പോയി, ഭാര്യ കൃഷിക്ക് സഹായിക്കാൻ പോയി, മക്കൾ അവിടെ ഇവിടെയൊക്കെ കളിക്കാനും ഒക്കെ പോയി. അപ്പോൾ ഇദ്ദേഹം രാജാവാണെന്ന് അയാൾക്കറിയില്ല. അപ്പോൾ രാജാവ് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം വൈകിട്ട് തിരിച്ച് വന്ന് എല്ലാം ചോദിച്ചു. എന്താണ് ഇവിടുത്തെ താമസം? ഇദ്ദേഹം രാജാവാണെന്നും അറിയില്ല. എല്ലാം ഇതാണോ? അപ്പോൾ നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇവിടുത്തെ രാജാവാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണ് നടന്നതെന്ന്. അപ്പോൾ അദ്ദേഹം തൊഴുത് പറഞ്ഞു എല്ലാം അറിഞ്ഞതിൽ ഇത് ഒരു രാജാവ് പോലുള്ള ഒരാൾ നമ്മുടെ കുടിലിൽ വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ രാജാവ് ചോദിച്ചു, താങ്കൾ ഈ കുടിലും ഈ കാടിനടുത്തും ഇതിലും ഇത്രത്തോളം അടുത്ത് താമസിക്കുന്നു, പക്ഷേ ഞാൻ 2 ദിവസമായി നോക്കുന്നു താങ്കൾ എന്നും സന്തോഷവാനാണല്ലോ, മക്കളും ഒരു ഭാര്യയുമായി ഈ കാടിനോട് ചേർന്നുള്ള കൃഷിസ്ഥലവുമൊക്കെ. അതേ രാജാവേ, ഞാൻ സന്തോഷവാനാണ്. അതിലെന്താ? അങ്ങ് എന്നെക്കാളും ഒരുപാട് സന്തോഷവാനായിരിക്കുമല്ലോ. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇല്ല, ഞാൻ ഒട്ടും സന്തോഷവാനല്ല. എന്താ കാര്യം രാജാവേ? അപ്പോൾ ഇല്ല, എനിക്ക് ഒന്നിലോട്ടും ഒരു തൃപ്തി വരുന്നില്ല, ഒട്ടുമേ സന്തോഷമില്ല. എന്തുണ്ടായിട്ടും ഇനിയും നേടണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതിനെന്തിനാണ് ഇത്രയും ആഗ്രഹം? രാജാവിനോട് അദ്ദേഹം വേറൊരാളെ ചൂണ്ടിക്കാണിച്ചു. അതാരാണെന്ന് മനസ്സിലായോ? ഇല്ല, താങ്കളെപ്പോലെ ഇന്നലെ 2-3 ദിവസം മുമ്പേ വന്ന ആളാണ്. അദ്ദേഹം ഇതുപോലെ വഴിതെറ്റി ഇവിടെ വന്നതാണ്. എനിക്ക് താങ്കൾ രാജാവാണെന്നും അറിയില്ല. ആ വന്ന ആൾ ഒരു സാധാരണക്കാരനാണ്, ജോലിയൊന്നുമില്ല, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹവും വന്നു. ഞാൻ 2 പേരെയും ഒരുപോലെയാണ് പരിചരിച്ചത്. താങ്കൾ രാജാവാണെന്ന് അറിയുമ്പോഴും എന്നാൽ കഴിയുന്ന എൻ്റെ സ്വീകരണവും അദ്ദേഹത്തിനും ഞാൻ ഒരുപോലെ കണ്ടാണ് എല്ലാം കൊടുക്കുന്നത്. ഇതെൻ്റെ കൊച്ചു കുടുംബമാണ്. ഞാനിവിടെ കൃഷി ചെയ്യുന്നു. ചില മാസങ്ങളിൽ വർഷങ്ങളിൽ കൃഷിനാശം ഉണ്ടാകുന്നു. അപ്പോൾ ഞാനൊന്ന് വിഷമിക്കും. പിന്നെയും ഞാൻ അധ്വാനിച്ച് അതിനെ നേരെയാക്കും. പിന്നെ മക്കളുടെ കൂടെ സംസാരിക്കും, ഭാര്യയുടെ കൂടെ സംസാരിക്കും, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരും. ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തിയാണ്. അപ്പോൾ നിനക്ക് ഈ ലോകത്തിൻ്റെ പലതും പുതിയ കാര്യങ്ങൾ ഇനിയും വേണമെന്നില്ലേ? അതെല്ലാം നേടണ്ടേ? എൻ്റെ മനസ്സിൽ ഈ നേടിയതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സന്തോഷങ്ങളും. ഇനി എന്തെങ്കിലും ഞാൻ അധ്വാനിച്ച് ദൈവം എനിക്കത് നേടാൻ തന്നാൽ ഞാൻ അതിൽ സന്തോഷവാനാകും. അഥവാ എനിക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് അറിയിച്ചതല്ല, അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അതിലുള്ള ആഗ്രഹങ്ങളുമില്ല. നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ ചെയ്ത് അത് കിട്ടിയാൽ മാത്രമേ എൻ്റെ ജീവിതം സഫലമാകൂ, സന്തോഷമാകൂ എന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു നിയന്ത്രണമില്ലായ്മ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്നാലും എനിക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ എന്തിനെയാണ് ഞാൻ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നെ തന്നെ? ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങൊന്നേ
തീർച്ചയായും ഇതൊരു എളുപ്പമുള്ള കാര്യമാണ്. നമ്മുടെ എല്ലാത്തിൻ്റെയും കാതലായ കാരണം നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനെ മാത്രം ഒന്ന് നിയന്ത്രിക്കുക. മനസ്സിനെ നിയന്ത്രിക്കുകയോ? അതെങ്ങനെ? കാണാൻ പറ്റാത്തൊരു മനസ്സിനെ എങ്ങനെ നമ്മുടെ ചിന്തകളാണ് ഇതിനെല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈ ലോകത്താർക്കും അങ്ങയുടെ ചിന്തകളെയോ മനസ്സിനെയോ പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും കഴിയില്ല. ചിലർക്ക് എന്തെങ്കിലും പറയാൻ പറ്റും, പക്ഷേ അത് ഉൾക്കൊണ്ട് അങ്ങ് തന്നെ അങ്ങയുടെ മനസ്സിനെ ഒന്ന് സമാധാനമായി നിയന്ത്രിക്കണം. ലോകത്ത് താങ്കൾ എത്ര വിചാരിച്ചാലും പുതിയ പുതിയ കാര്യങ്ങൾ ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പഴയതിനെ താങ്കൾക്ക് മാറ്റാനും കഴിയില്ല, പുതിയതിനി വരാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും കഴിയില്ല. ഇപ്പോഴുള്ള ഈ കാലത്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് മനസ്സിനെ നിയന്ത്രിച്ച് രാജ്യകാര്യങ്ങളിൽ അങ്ങ് കേന്ദ്രീകരിച്ചാൽ എല്ലാവരെയും ഒരുപോലെ താങ്കൾക്ക് കാണാൻ കഴിയും. ഇതെല്ലാം എൻ്റെ രാജ്യസഭയിലെ മന്ത്രിമാരും ആരും ഒന്നും പറയുന്നില്ലല്ലോ, എന്നെ ഉപദേശിക്കുന്നില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു സംശയം മാത്രം പറഞ്ഞോട്ടെ അങ്ങുന്നേ. അവരെല്ലാം അങ്ങുന്നിനെ ഉപദേശിക്കാൻ വളരെ താല്പര്യപ്പെടുന്നവരായിരിക്കാം. പക്ഷേ അങ്ങ് രാജാവാണ്. എനിക്കറിയില്ല ഞാൻ പറയുന്നത് ശരിയാണോ എന്ന്. അങ്ങ് അവരിൽ നിന്നും അങ്ങയെപ്പറ്റി നല്ല പ്രശംസയും നല്ല വാക്കുകളും മാത്രം കേൾക്കാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ അവർ പറയുന്ന എന്തെങ്കിലും കാരണത്താൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷയായിരിക്കും ഫലം. അത് ഭയന്നായിരിക്കും. അപ്പോൾ താങ്കൾ പറയുന്നത് മട്ട് അവർ തലയാട്ടുകയും അവർ താങ്കളെ പ്രശംസിക്കുകയും മാത്രമാകുന്നത് കൊണ്ടാവാം അങ്ങുന്നേ. എന്നോട് പൊറുക്കണം ഞാൻ പറഞ്ഞത് അവിവേകമാണെങ്കിൽ. രാജാവ് പറഞ്ഞു, ഇല്ല, നീ പറഞ്ഞത് അവിവേകമില്ല. ഞാൻ തന്നെയാണ് എൻ്റെ പ്രശ്നത്തിന് കാരണം. എനിക്ക് മനസ്സിലായി, അവനവൻ തന്നെയാണ് അവനവൻ്റെ വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം. നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. സാഹചര്യങ്ങൾക്കനുസരിച്ചും ആഗ്രഹങ്ങളെയും എല്ലാം നിയന്ത്രിക്കാനും മനസ്സ് നമ്മൾ നിയന്ത്രിച്ച് വയ്ക്കുക. ഇതല്ലേ താങ്കൾ പറഞ്ഞ അതേ അങ്ങുന്നേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത്ര മഹത്തായ വാക്യങ്ങൾ എനിക്കാരും ഇത് ഉപദേശിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാനൊരു ഉപദേശകനല്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അങ്ങയോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇല്ല, താങ്കൾ എന്തുകൊണ്ട് എൻ്റെ രാജ്യസഭയിൽ ഒരംഗമായി വന്ന് എൻ്റെ മുഖ്യ മന്ത്രിയായി മാറിക്കൂടാ? ഇല്ല അങ്ങുന്നേ. എൻ്റെ കുടുംബവും എൻ്റെ ജോലിയും എൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്നത് എൻ്റെ ഈ കാണുന്ന പ്രകൃതിയും കാടിനോടും ചേർന്നുള്ള ഈ കൃഷിസ്ഥലവും ഈ ചെറിയ കുടിലും ഇവിടെ വരുന്ന ആൾക്കാരും അവരുമായിട്ടുള്ള ചങ്ങാത്തവുമാണ്. അത് എന്നിൽ ഒരുപാട് സന്തോഷം നൽകുന്നു. എനിക്ക് കോടിക്കണക്കിന് പണമോ വസ്ത്രങ്ങളോ എന്നെല്ലാം കാണും, ഇനി തരുമായിരിക്കും. പക്ഷേ എനിക്ക് അതിലോട്ട് താല്പര്യമില്ല. എൻ്റെ മനസ്സിൻ്റെ തൃപ്തിയും ആ സന്തോഷവും സംതൃപ്തിയുമാണ് എൻ്റെ ജീവിതം. അത് കേട്ട് രാജാവിൻ്റെ കണ്ണുകൾ അറിയാതെ ഒന്ന് നിറഞ്ഞു. അപ്പോൾ രാജാവിന് മനസ്സിലായി, ലോകത്ത് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് സ്വയം സന്തോഷവും സംതൃപ്തിയും നമ്മൾ കണ്ടെത്തിയാൽ അവിടെയാണ് ഏറ്റവും സമാധാനമായ ഒരു അന്തരീക്ഷമുണ്ടാവുക എന്നുള്ളത്. അന്നു മുതൽ രാജാവിൻ്റെ ഒരുതരം ആർത്തിയും എല്ലാത്തിനോടുമുള്ള അതിഭ്രമവും എല്ലാം കുറഞ്ഞ് രാജാവ് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് രാജകൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു.